Good morning, all of you, dear students. Once again, I welcome all of you to my class. Today, we are going to discuss BEGC 110, Block 2nd, Unit 2nd, the Mayor of Casterbridge Summary. പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്ന നോവലിന്റെ സമ്മറിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഓതറയും അതുപോലെ നോവലിന്റെ മറ്റു തലങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ ഏകദേശം ഒരു സമ്മറിയാണ്. നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്മറിയാണ്. അപ്പൊ ആദ്യം നമ്മൾ സമ്മറിയിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ആദ്യം പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. പ്രധാന കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കഥയിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുള്ളൂ സമ്മറി പറയുമ്പോൾ. അപ്പൊ നമുക്ക് പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. മൈക്കൽ ഹെൻജാർഡ് എന്നാണ് അതിന്റെ പ്രോട്ടഗോണിസ്റ്റ്. പ്രധാന കഥാപാത്രത്തിൽ മൈക്കൽ ഹെൻജാർഡ് ആണ്. അദ്ദേഹം ഹെയർ ട്രഷറാണ്. ഹെയർ ട്രഷറാണ് ഈ വൈക്കോല് കെട്ടുന്ന ആള്. വൈക്കോല് കെട്ടുന്ന ആളാണ് അദ്ദേഹം. മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. പിന്നീട് അദ്ദേഹം കാസ്റ്റർബ്രിഡ്ജിലെ മേയറാവും. ഈ മൈക്കൽ ഹെൻജാർഡ് എന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. ആദ്യം അദ്ദേഹം തൊഴിലില്ലാത്ത ഒരാളായിരുന്നു. പിന്നീട് അദ്ദേഹം അവസ്ഥകളൊക്കെ മാറുന്നു, നല്ല പൊസിഷനിലാവുന്നു, ബിസിനസ് ഒക്കെ ഡെവലപ്പ് ആവുന്നു. പിന്നെ കാസ്റ്റർബ്രിഡ്ജിന്റെ എന്ന ഇമാജിനറി നഗരത്തിന്റെ മേയറായിട്ട് മാറുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വീണ്ടും ഡൗൺഫാൾ ഉണ്ടാവുന്നു. ഇതാണ് ആ കഥ. അപ്പൊ ഇത് മൈക്കൽ ഹെൻജാർഡ് ആണ് അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫിലൂടെയാണ് കഥ പോകുന്നത്. മറ്റൊരു കഥാപാത്രം സുസാൻ ഹെൻജാർഡ് ആണ്. ഇവരാണ് ഈ കഥയിലെ ഹീറോയിൻ എന്ന് പറയുന്നത്. വൈഫ് ഓഫ് ഹെൻജാർഡ് ആണ്. ഹെൻജാർഡിന്റെ വൈഫാണ് അവര്. പിന്നീട് അവരെ വിൽക്കുന്നുണ്ട്. സോൾഡ് ടു ന്യൂസൺ. ന്യൂസൺ എന്ന് പറയുന്ന മറ്റൊരു കച്ചവടക്കാരൻ, ഒരു യാത്രക്കാരന് തന്റെ ഭാര്യയെ വിൽക്കാണ്. ആ കഥയിൽ വരുന്നുണ്ട്. മദ്യപിച്ച് ബോധമില്ലാതെ ഭാര്യയെ ലേലത്തിന് വെക്കുകയും പിന്നീട് അറിയാതെ വിൽക്കുകയും ഒക്കെ ചെയ്യാണ്. റിച്ചാർഡ് ന്യൂസൺ ആണ് മറ്റൊരു കഥാപാത്രം. അദ്ദേഹം സെയിലറാണ്. പർച്ചേസ് ദ സുസാൻ. സുസാനെ വാങ്ങുന്ന സെയിലറാണ് അവർ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ന്യൂസൺ purchase Susan and lives with her for many years as her de facto husband. De facto husband എന്ന് പറഞ്ഞാൽ അന്ന് കാലങ്ങളിലൊക്കെ അടിമകളെ വാങ്ങിയിട്ട് ഭാര്യമാരാക്കി സ്വീകരിക്കുന്നതിന്റെ ആ നിൽക്കാണ്. അല്ലാതെ നിയമപരമായിട്ടുള്ള വിവാഹമല്ല. പിന്നെ അവരെ വിൽപ്പനക്ക് വാങ്ങി പിന്നീട് അവരെ ഭാര്യയായിട്ട് അവരുടെ കൂടെ ജീവിക്കാണ്. അത് മറ്റൊന്നാണ് എലിസബത്ത് ജാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. എലിസബത്ത് ജാന് രണ്ട് എലിസബത്ത് ജാൻ വരുന്നുണ്ട്. ഒന്ന് സൂസന് ഹെൻജാർഡിൽ ഉണ്ടാകുന്ന മകളുമാണ്. മറ്റൊന്ന് രണ്ടാമത്തെ ആള് റിച്ചാർഡ് ന്യൂസണിൽ ഉണ്ടാവുന്ന മകളുമാണ്. അതുകൊണ്ടാണ് എലിസബത്ത് ജാൻ ഫസ്റ്റ്, എലിസബത്ത് ജാൻ സെക്കൻഡ് എന്ന് പറയാൻ കാരണം. ആദ്യം ഉണ്ടായ കുട്ടി പിന്നെ അവരെ ലേലത്തിൽ വിൽക്കുന്നു. അതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ഒരു പുഴയിൽ മുങ്ങി മരിക്കുകയാണ്. പിന്നെ മരണത്തിന് ശേഷം രണ്ടാമത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള റിച്ചാർഡ് ന്യൂസണിൽ ഉണ്ടാവുന്ന ജാൻ സെക്കൻഡ് അവർക്ക് അതേ പേര് തന്നെ കൊടുക്കുകയാണ്. ആദ്യത്തെ കുട്ടിയുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് മകൾക്ക് അതേ പേര് തന്നെ നൽകാം. ഡോക്ടർ സുസാൻ ബൈ ന്യൂസൺ മാരീസ് ഫാർഫെയർ. ഫാർഫെയർ എന്ന് പറയുന്ന മറ്റൊരു ധനാഢ്യനെ പിന്നീട് അവർ കല്യാണം കഴിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇമാജിനറി നഗരത്തിന്റെ മേയറായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. മറ്റൊരു കഥാപാത്രമാണ് ഡൊണാൾഡ് ഫാർഫെയർ. ഈ പറഞ്ഞ ഫാർഫെയർ തന്നെയാണ്. ബിക്കംസ് മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. കാസ്റ്റർബ്രിഡ്ജിന്റെ മേയറായിട്ട് അദ്ദേഹം വരുന്നുണ്ട് ആഫ്റ്റർ എൻജാർഡിന്റെ തകർച്ചയ്ക്ക് ശേഷം. പിന്നെ മറ്റൊരാളാണ് ലുസെറ്റ ടെമ്പിൾമാൻ എന്നാണ് അവരുടെ പേര്. ലീ ഷെറർ എന്ന് പറയും. നാറ്റീവ് ഓഫ് ജേഴ്സി, ഹു ഹാസ് ആൻ അഫെയർ
വിത്ത് ഹെൻജാഡ്. ഹെൻജാഡുമായിട്ട് ലവ് അഫേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. അവര് ന്യൂ ജേഴ്സിയിലെ താമസക്കാരിയാണ്. മാരീസ് ഫാർഫെയർ. പിന്നീട് ആ അഫയർ പൊട്ടിച്ചിട്ട് ഫാർഫെയറിനെ, നമ്മൾ പറഞ്ഞ ഡൊണാൾഡ് ഫാർഫെയറിനെ വിവാഹം കഴിക്കുകയാണ്. മറ്റൊരു കഥാപാത്രമാണ് ജോഷുവ ജോബ്. സം ടൈം മാനേജർ വിത്ത് എ ഗ്രഡ്ജ് അഗെയിൻസ്റ്റ് എൻജാഡ്. എൻജാഡിനോട് വലിയ വിരോധം വെച്ച് പുലർത്തുന്ന ഒരു മാനേജറാണ് അദ്ദേഹം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഈ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ കഥ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ആ കഥയുടെ പ്ലോട്ട് അല്ലെങ്കിൽ സമ്മറിയാണ്. നമുക്ക് നോക്കാം. കഥയിലേക്ക് വരുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് ഹെൻജാഡും അദ്ദേഹത്തിന്റെ ഭാര്യ സൂസനും മകൾ എലിസബത്ത് ജാൻ ഫസ്റ്റും കൂടി ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതാണ്. ഹെൻജാഡ് ഓൺ ദ വേ ടു ദ ഫെയർ വിത്ത് എ സുസാൻ ആൻഡ് എലിസബത്ത് ജാൻ അറ്റ് എ കൺട്രി ഫെയർ നിയർ കാസ്റ്റർ ബ്രിഡ്ജ് ഇൻ വെസെക്സ്. ഈ വെസെക്സ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥയിൽ ഒരു സാങ്കല്പിക ലോകമാണ്. അങ്ങനത്തെ രാജ്യമല്ല. അദ്ദേഹത്തിന്റെ കഥയിൽ അദ്ദേഹം സാങ്കല്പിക ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സൂഫി കഥകളിലൊക്കെ കാണുന്ന കാഫു മല പോലെ ഒരു ഇമാജിനറി ലോകമാണ് ഈ വെസെക്സ് എന്ന് പറയുന്നത്. അപ്പം വെസെക്സിനടുത്തുള്ള കാസ്റ്റർ ബ്രിഡ്ജ്, ഈ കാസ്റ്റർ ബ്രിഡ്ജിൽ ഉള്ള ഒരു ഗ്രാമത്തിലെ ഒരു ചന്തയിൽ ഇവർ രണ്ടാളും എത്തുകയാണ്. സൂസൻ, ആരൊക്കെയാണ്? ഹെൻജാഡ് പ്രധാന കഥാപാത്രം, ഹിസ് വൈഫ് സുസാൻ ആൻഡ് ഹിസ് ഡോട്ടർ എലിസബത്ത് ജാൻ ഫസ്റ്റ്. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് കൊടുക്കുന്നത്. അങ്ങനെ അവരവിടെ എത്തുന്നു. ഹെൻജാഡ്, മൈക്കൽ ഹെൻജാഡ്, എ 21-year-old hair treasure. 21 വയസ്സുള്ള ഈ വൈക്കോല് ശേഖരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നു, വൈക്കോൽ ശേഖരിക്കുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തിന്റെ വയസ്സ് 21 വയസ്സാണ്. വളരെ ചെറുപ്പമാണ് ആള്. ആർഗ്യൂസ് വിത്ത് ഹിസ് വൈഫ് സുസാൻ. ഭാര്യയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു. ഡ്രങ്ക് ഓൺ rum laced ഫെർമിറ്റി he auctions her off. അങ്ങനെ അദ്ദേഹം മദ്യപിക്കാണ്. അദ്ദേഹം ഒരു ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഗ്രാമത്തിലെ ഒരു ഹോട്ടലിൽ, ചെറിയൊരു തട്ടുകട എന്ന് പറയാം. തട്ടുകടയിൽ കയറി എന്നിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഒരു സൈസ്, പിന്നെ നമ്മളെ നാട്ടിലെ ന്യൂഡിൽസ് പോലെയുള്ള സൈസ് ഭക്ഷണമാണ്. അത് ഓർഡർ ചെയ്യാണ്. അപ്പൊ അതിന്റെ കൂടെ റമ്മും കൂട്ടി ഒഴിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പതിവാണ്, ഓരോ ആളുകളുടെ ഓരോ രീതികളാണല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അതില് റമ്മ് ഒഴിച്ചിട്ട് എന്ത് ചെയ്തു? അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മസ്ത് പിടിച്ചു. അതോടുകൂടെ ഭാര്യയെ എന്ത് ചെയ്യാണ്? ഭാര്യയെ ലേലത്തിന് വെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. എലോങ് വിത്ത് ദർ ബേബി ഡോട്ടർ എലിസബത്ത് ജാൻ. ഭാര്യയും മകൾ എലിസബത്ത് ജാനെയും ഇതാ ഞാനിവിടെ ലേലത്തിന് വെക്കുകയാണ്. കാരണം അവിടെ ചന്ത നടക്കുകയാണ്, പലതും വിൽപ്പനക്കുള്ള സ്ഥലമാണ്. അപ്പോ ആ ചന്തയിൽ എന്ത് ചെയ്യുക? ഭാര്യയും മകളെയും വിൽപ്പനക്ക് വെക്കുകയാണ്. ഈ കഥ എഴുതുന്ന സമയത്ത് പല രാജ്യങ്ങളിലും, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പതിവുണ്ട്. ഭാര്യമാരെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പതിവുണ്ട്. അത് വളരെ അപൂർവമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ചില വിഭാഗങ്ങൾ എന്ത് ചെയ്യും? അവർ ഭാര്യമാരെയൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന രീതികളുണ്ട്. ആർക്കാണ് അത് വിൽക്കുന്നത്? ടു റിച്ചാർഡ് ന്യൂസൺ, എ പാസിംഗ് സെയിലർ, ഫോർ 5 ഗിനിയ. വളരെ തുച്ഛമായ പൈസക്കാണ് വിൽക്കുന്നത്. 5 ഗിനിയ, അവിടുത്തെ 5 രൂപ എന്നൊക്കെ പറയുള്ളൂ. ഏതായാലും 5 ഗിനിയക്കാണ് അത് വിൽക്കുന്നത്. ആർക്കാ വിൽക്കുന്നത്? റിച്ചാർഡ് ന്യൂസൺ എന്ന് പറയുന്ന അതിലെ കടന്നു പോകുന്ന യാത്രക്കാരനാണ് അദ്ദേഹം. സോബർ ആൻഡ് റിമോഴ്സ്ഫുൾ ദ നെക്സ്റ്റ് ഡേ. പക്ഷേ കള്ളിന്റെ ലഹരിയൊക്കെ അമർന്ന് വിവേകം വീണ്ടും വന്നപ്പോഴാണ് അദ്ദേഹം ചെയ്ത കാര്യം എന്താണ് പിറ്റേ ദിവസം ആലോചിക്കുന്നത്. അങ്ങനെ ആകെ ദുഃഖിതനായി, ആകെ പ്രയാസപ്പെട്ട്, ഈസ് ടു ലേറ്റ് ടു ലൊക്കേറ്റ് ഹിസ് ഫാമിലി. പക്ഷെ പിന്നെ കുടുംബത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ആ റിച്ചാർഡ് ന്യൂസൺ ഭാര്യയും മകളെയുമായിട്ട് യാത്ര പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു യാത്രക്കാരനാണല്ലോ, എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് വരല്ല.
He was not to touch liquor again for 21 years. ഈ സമയത്ത് അദ്ദേഹം ഒരു തീരുമാനം എടുക്കാണ്, ഇനി 21 വർഷത്തിന് ഞാൻ മദ്യം ഇനി തൊടുന്നില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അദ്ദേഹം. കാരണം മദ്യം കഴിച്ചത് മൂലം, ഇങ്ങനെ മസ്തായത് മൂലം, അതേപോലെ ഇൻടോക്സിക്കേറ്റഡ് ആയത് മൂലമാണല്ലോ ഇത്തരം അവിവേകമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഇനി 21 വർഷത്തേക്ക് ഇനി മദ്യപാനമില്ല എന്ന തീരുമാനം എടുക്കുകയാണ്. മദ്യപാനത്തിന്റെ ഒരു ദൂഷ്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. മദ്യപിച്ച് ആളുകൾ ലെവലില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, അതിനവിടെ നിയമപാൽബല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് അങ്ങനെ ചില ആളുകൾ ബോധത്തിലും ബോധമില്ലാതെയും ഒക്കെ ആളുകളെ വിൽക്കുന്ന, ഭാര്യമാരെ, പ്രത്യേകിച്ച് ഭാര്യമാരൊക്കെ വിൽക്കുന്ന ഒരു സിസ്റ്റം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ദുർബലമായി, വളരെ റയർ ആയിരുന്നെങ്കിലും അങ്ങനെ പതിവുണ്ടായിരുന്നു എന്നാണ് ഈ നമ്മളെ മോദർ പറയുന്നത്. Believe in the auction to be legally binding. Susan lives as Newson's wife for 18 years. അപ്പൊ ഈ ഓപ്ഷൻ ലീഗലാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള കച്ചവടമൊന്നും അല്ല. അവിടെ അങ്ങനെ വിൽക്കാനുള്ള അനുമതി ഉണ്ട് ആ രാജ്യത്ത്. ഇല്ലീഗൽ അല്ല, ലീഗലായിട്ട് തന്നെ വാങ്ങിയതാണ്. അതുകൊണ്ട് ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങി. സുസാൻ ലിവ്സ് ആസ് എ ന്യൂസൺസ് വൈഫ് ഫോർ 18 years. 18 കൊല്ലം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ജീവിക്കാണ് അവര്. കാരണം ഇതിൽ ഇല്ലീഗൽ ആയിട്ടുള്ള പിന്നെ ഓപ്ഷൻ അല്ല, പിന്നെ ചന്തയല്ല, അല്ലെങ്കിൽ പിന്നെ ലേലല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് വാങ്ങിയ നിലക്ക് പിന്നീട് അത് ഭാര്യയായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയും പിന്നെ അവിടെ ഭാര്യയായിട്ട് ഇവര് ജീവിക്കുകയും ഇവരെ ഒരു ഭർത്താവ് പിന്നെ ഭാര്യയായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ആഫ്റ്റർ ന്യൂസൺ ഈസ് ലോസ്റ്റ് അറ്റ് സീ. അദ്ദേഹം യാത്രക്കാരനാണല്ലോ, പതിവ് പോലെ അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ അദ്ദേഹം കടലിൽ മരിക്കുകയാണ്. സുസാൻ ലാക്കിംഗ് എനി മീൻസ് ഓഫ് സപ്പോർട്ട്. അതോടുകൂടെ സുസാനിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു അത്താണി നഷ്ടപ്പെട്ടു. ഡിസൈഡഡ് ടു സീക്ക് ഔട്ട് ഹെൻജാർഡ് അഗെയിൻ. വീണ്ടും ഹെൻജാർഡിനെ അന്വേഷിക്കാറ്. ടേക്കിംഗ് ഹർ ഡോട്ടർ വിത്ത് ഹർ. മകളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ആദ്യത്തെ മകള് ആയിട്ടുള്ള ആള് മരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകളാണ് ഇവിടെ എലിസബത്ത് സെക്കൻഡ് ആണ് ഇപ്പൊ കൂടെ ഉള്ളത്. അവരുമായിട്ട് എന്ത് ചെയ്തു, ഹെൻജാർഡിനെ അന്വേഷിച്ച് തെരഞ്ഞെടുക്കാൻ തുടങ്ങി. ഇവിടെയും കാണിക്കുന്നത് സ്ത്രീകൾ അന്ന് അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഒരു അത്താണി, സ്ത്രീയെ സംബന്ധിച്ച് ഒരു സംരക്ഷക, ഒരു അത്താണി ആവശ്യമാണ്. ഇനി ഭർത്താവ് ഏത് മോശക്കാരനാണെങ്കിലും ഭാര്യയെ വിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു സംരക്ഷണ തണൽ താൽക്കാലികമായിട്ടാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സുസാൻ ഹാസ് ടോൾഡ് എലിസബത്ത് ജാൻ ലിറ്റിൽ അബൌട്ട് ഹെൻജാർഡ്. പക്ഷെ ഈ എലിസബത്ത് ജാൻ സെക്കൻഡ് അതാണല്ലോ ഇപ്പോൾ ഉള്ളത്, ഫസ്റ്റ് മരിച്ചുപോയി. ഈ ഇതാരുടെ മകനാണ്? പിന്നെ ന്യൂസണിന്റെ മകളാണ്. അപ്പൊ ഈ ഹെൻജാർഡും താനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ എലിസബത്ത് ജാനോട് സുസാൻ പറഞ്ഞിട്ടില്ല. ദ യങ് വുമൺ നോസ് ഓൺലി ദാറ്റ് ഈസ് റിലേഷൻ ബൈ മാരേജ്. ഇത്ര മാത്രമേ അറിയുള്ളൂ, നേരത്തെ വിവാഹ ബന്ധമുണ്ട് എന്നുള്ള കാര്യം മാത്രം അവർക്ക് അറിയാം. അല്ലാതെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ കാര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ല. നേരത്തെ ഇവരുമായിട്ടൊരു വിവാഹ ബന്ധം ഉണ്ടായിരുന്നു, സുസാനിന് ഈ ഹെൻജാർഡുമായിട്ടൊരു വിവാഹ ബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യം മാത്രമേ ഇവർക്ക് പിന്നെ എലിസബത്ത് ജാൻ സെക്കൻഡിന് അറിയുള്ളൂ. സുസാൻ ഡിസ്കവേഴ്സ് ദാറ്റ് ഹെൻജാർഡ് ഹാസ് ബിക്കം എ വെരി സക്സസ്ഫുൾ ഹെയർ. അങ്ങനെ ഈ അന്വേഷണത്തിനിടയിൽ സൂസൻ മനസ്സിലാക്കുകയാണ്, ഹെൻജാർഡ് പഴയതുപോലെ ഒന്നല്ല, ഇപ്പൊ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. സക്സസ്ഫുൾ ഹെയർ ആൻഡ് ഗ്രെയിൻ മർച്ചന്റ്. വൈക്കോല് മാത്രമല്ല, ഇപ്പൊ ധാന്യവും നല്ല രീതിയിൽ ധാന്യവും കച്ചവടം ചെയ്യുന്ന ധാന്യ കച്ചവട, അരിക്കച്ചവടക്കാരല്ലേ, ഗോതമ്പ് കച്ചവടക്കാരല്ലേ, ബാർലി പോലുള്ള സാധനങ്ങളൊക്കെ വിറ്റ് വൈക്കോലൊക്കെ വിറ്റിട്ട് വലിയ സമ്പന്നനായി മാറിയിട്ടുണ്ട്. മാത്രമല്ല മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ്, ഇപ്പോ കാസ്റ്റർ ബ്രിഡ്ജിന്റെ മേയറുമായിട്ടുണ്ട്. നോൺ ഫോർ ഹിസ് സ്റ്റൗഞ്ച് സോബ്രിറ്റി. അപ്പോഴും അദ്ദേഹം വലിയ ദുഃഖത്തിലാണ്. ഭാര്യയും മകളെയൊക്കെ വിൽക്കേണ്ടി വന്ന ദുഃഖം അദ്ദേഹത്തെ അപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഐശ്വര്യങ്ങളും അതോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, മേയർ പദവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ
ഇതിൽ ഒരുപാട് പരിഹാസങ്ങൾ ഈ കഥയിൽ വരുന്നുണ്ട്. മേയറാകുന്ന ആളുകളുടെയൊക്കെ അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് when the couple are reunioned. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു? ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു. സുസാനും ഹെൻജാർഡും ഒന്നിക്കുന്നു. ഹെൻജാർഡ് proposes remarrying സുസാൻ after a sham courtship. നേരത്തെ ഉണ്ടായിരുന്ന വിവാഹത്തിന് ശേഷം രണ്ടാമതൊരു പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ഹെൻജാർഡ് പ്രപ്പോസ് ചെയ്യാണ്. ഹെൻജാർഡിന് സൂസനെ നഷ്ടപ്പെട്ടതിൽ വലിയ വേദനയും വിഷമമൊക്കെ ഉണ്ട്. അവരെ കണ്ടപ്പോ തന്നെ എന്താ രണ്ടാമത് ഒരിക്കൽ കൂടി വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം അദ്ദേഹം പറയാണ് ചെയ്യുന്നത്. This in his view being the simplest and most discreet way to remedy matters and prevent എലിസബത്ത് ജാൻ ലേണിംഗ് ഓഫ് ദെയർ ഡിസ്ഗ്രേസ്. മാത്രമല്ല ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തനിക്ക് പറ്റിയിട്ടുള്ള തെറ്റ് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്ത, മാത്രമല്ല എലിസബത്ത് ഈ ഒരു അവഹേളനത്തിന്റെ കഥ അറിയുന്നതിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഹെൻജാർഡ് അപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള എലിസബത്ത് ജാൻ തന്നെയാണ് ഇപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ, ഇവരുടെ ഭാര്യയുടെ കൂടെ ഉള്ളത് എന്നാണ്. പക്ഷെ എലിസബത്ത് ജാന് ഫസ്റ്റ് മരിച്ചു. ഇത് ന്യൂസന്റെ മകളായിട്ടുള്ള എലിസബത്ത് ജാനാണ്. ആ കാര്യം അദ്ദേഹം അറിയുന്നില്ല. ഏതായാലും തന്റെ മകളാണ് ഇത് എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷെ മകള് താൻ പണ്ട് മദ്യപിച്ച് ചെയ്തിട്ടുള്ള അവഹേളനകരമായിട്ടുള്ള കാര്യം അറിയാതിരിക്കാനും അന്ന് ഞാൻ ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിലും ഒരു പരിഹാരമായിട്ട് അവരെന്ത് ചെയ്യാണ്, സൂസനെ രണ്ടാമത് വിവാഹം ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. To do this, however, he is forced to break off an engagement with a woman named Lucetta Templeman, who had nursed him when he was ill. ഇതിനു വേണ്ടിയിട്ട് ഈ സൂസനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ നേരത്തെ അദ്ദേഹത്തിന് ഈ സൂസന്റെ സൂസൻ പിരിഞ്ഞതിന് ശേഷം ലുസെറ്റ ടെംപ്ലിമെന്റ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അടുപ്പുണ്ടായിരുന്നു, ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു, ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കുക എന്നുള്ള വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ആ ബന്ധം എന്ത് ചെയ്തു, ആ എൻഗേജ്മെന്റ് അവർ പൊട്ടിച്ചു കളഞ്ഞു അദ്ദേഹം. ഈ ലുസെറ്റ ടെംപ്ലിമെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു അസുഖബാധിതനായി കിടന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ പരിചരണവും സംരക്ഷണവും ഒക്കെ നൽകിയിട്ടുള്ള ഒരാളും കൂടിയാണ് ലുസിറ്റ ടെംപ്ലിമാൻ എന്ന് പറയുന്ന സ്ത്രീ. ഡൊണാൾഡ് വാർഫെയർ, ഈ കഥ മറ്റൊരു രീതിയിലേക്ക് പോകണം. ഡൊണാൾഡ് വാർഫെയർ, എ യങ് ആൻഡ് എനർജറ്റിക് സ്കോട്ടിഷ്മാൻ. ഡൊണാൾഡ് വാർഫെയർ എന്ന് പറയുന്ന യുവാവായിട്ടുള്ള വളരെ ഊർജസ്വലനായിട്ടുള്ള സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു യുവാവ്, പാസിംഗ് ത്രൂ കാസ്റ്റർ ബ്രിഡ്ജ്. കാസ്റ്റർ ബ്രിഡ്ജിലൂടെ അദ്ദേഹം ഇങ്ങനെ പോവാണ്, യാത്ര പോവാണ്. മറ്റൊരു അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്. അവിടെ നിന്ന് യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം കാസ്റ്റർ ബ്രിഡ്ജിലൂടെ കടന്നു പോവാണ്. ആ സമയത്ത് ഹെൽപ്സ് ഹെൻജാർഡ് ബൈ ഷോയിങ് ഹിം ഹൗ ടു സാൽവേജ് സബ്സ്റ്റാൻഡേർഡ് ഗ്രെയിൻ ഹി ഹാസ് ബോട്ട്. അദ്ദേഹം വാങ്ങി വെച്ചിട്ടുള്ള നിലവാരം കുറഞ്ഞ ധാന്യങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ അത് വിൽപ്പന നടത്താം എന്നുള്ള ട്രിക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെ അത് വിൽക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കാണ്. ആര്? ഹെൻജാർഡിനെ സഹായിക്കാണ്. ആരാണ്? ഡൊണാൾഡ് വാർഫെയർ. ഹെൻജാർഡ് ടേക്സ് എ ലൈക്കിംഗ് ടു ദ മാൻ. ഇങ്ങനെ ഇദ്ദേഹം ഈ വിൽപ്പനയുടെ ട്രിക്കും കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ സ്വാഭാവികമായിട്ടും ഹെൻജാർഡിന് ഇദ്ദേഹത്തോട് ഒരു ഇഷ്ടം തോന്നി. ആരോട്? ഡൊണാൾഡിനോട് ഒരു ഇഷ്ടം തോന്നി. പെർസ്വാഡഡ് ഹിം നോട്ട് ടു എമിഗ്രേറ്റ്. ഉടനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു, നിങ്ങൾ എമിഗ്രേറ്റ് ചെയ്യേണ്ട, രാജ്യം വിട്ടുപോകണ്ട, ഇവിടെ തന്നെ നിന്നോടി. ആൻഡ് ഹയേഴ്സ് ഹിം ഹാസ് ഹിസ് കോൺഫാക്ടർ. അങ്ങനെ അദ്ദേഹത്തിന്റെ ധാന്യശാലയിൽ ധാന്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി കംപ്ലീറ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ധാന്യങ്ങൾ വിൽപ്പന നടത്തുകയും അതിൽ വേണ്ട രീതികളൊക്കെ സ്വീകരിക്കുകയും
അതിന് വേണ്ടിയിട്ടുള്ള കച്ചവട തന്ത്രങ്ങളൊക്കെ രൂപീകരിക്കും. അതിനൊക്കെ നല്ല നിപുണനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ആ പരിപാടി കംപ്ലീറ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. റൂഡ്ലി ടേണിംഗ് അവേ എ മാൻ നെയ്മഡ് ജോബ് ടു ഹും ഹി ഹാഡ് ഓൾറെഡി ഓഫേർഡ് ദ ജോബ്. ഇതറിഞ്ഞപ്പോ എന്ത് ചെയ്തു? റൂഡ്ലി ടേണിംഗ് അവേ എ മാൻ നെയ്മഡ് ജോബ്. ജോബ് എന്ന പേരുള്ള ഒരു വ്യക്തി, നേരത്തെ നമ്മൾ പറഞ്ഞു ജോഷുവ ജോബ് എന്ന് പറയുന്ന വ്യക്തി, ടു ഹും ഹി ഹാഡ് ഓൾറെഡി ഓഫേർഡ് ദ ജോബ്. ഈ ജോലി ഹെൻജാഡ് നേരത്തെ ജോഷുവ ജോബിന് ഓഫർ ചെയ്തതാണ്. ആ ജോലിയാണ് നല്ല യുവാവിനെ കണ്ടപ്പോ, ഡൊണാൾഡിനെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? വളരെയധികം ദേഷ്യപ്പെട്ടു. ഫാർഫെയർ ഈസ് എക്സ്ട്രീംലി സക്സസ്ഫുൾ ഇൻ ദ റോൾ ആൻഡ് ഇൻക്രീസിംഗ്ലി ഔട്ട്ഷൈൻ ഹിസ് എംപ്ലോയർ. അങ്ങനെ ഈ ജോബ് എന്ത് ചെയ്തു? അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുകയും വളരെയധികം പ്രകോപിതനാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം വിട്ടുപോയി. കാരണം അദ്ദേഹത്തിന് ഓഫർ ചെയ്താണ്, ഇവിടെ ഒരു ഭക്തത്വ ലംഘനം നടത്തുകയാണ്. അങ്ങനെ ഫാർഫെയർ ആ ജോലി ഇതാക്കിയിട്ടുള്ള ഡൊണാൾഡ് ഫാർഫെയർ എന്ത് ചെയ്തു? എക്സ്ട്രീംലി സക്സസ്ഫുൾ ഇൻ ദ റോൾ. അദ്ദേഹത്തിന് ഏൽപ്പിച്ച പണി അദ്ദേഹം 100% അദ്ദേഹം വിജയിപ്പിച്ചു. ആൻഡ് ഇൻക്രീസിംഗ്ലി ഔട്ട്ഷൈൻ ഹിസ് എംപ്ലോയർ. മാത്രമല്ല മുതലാളിയെ നിഷ്പ്രഭനാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം വളരുകയും ചെയ്തു. തന്റെ തൊഴിലുടമയായിട്ടുള്ള ഹെൻജാർഡിനെക്കാളും അതിസാമർത്ഥ്യം കാണിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവസാനം എല്ലാം ഈ ഡൊണാൾഡ് മതി എല്ലാത്തിനും എന്ന രീതിയിൽ മാറി. കാരണം ഇപ്പൊ ഡൊണാൾഡ് നിലനിൽക്കുന്നത് തന്നെ, ഹെൻജാർഡ് നിലനിൽക്കുന്നത് തന്നെ ഡൊണാൾഡ് ഫാർഫെയർ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി തുടങ്ങി. കാരണം അത്രയും നിപുണനാണ് അദ്ദേഹം. When he catches the eye of the Elizabeth Jan II, Henjard dismissed him and Farfaise sets himself up as an independent merchant. When he catches the eye of Elizabeth Jan, അങ്ങനെ എലിസബത്ത് ജാൻ സെക്കൻഡ് അദ്ദേഹത്തിന്റെ മകളാണെന്നാണല്ലോ അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളല്ല, അത് പിന്നീടാണ് അറിയുന്നത്. ഇവൾക്ക് എന്ത് ചെയ്തു? ഈ എലിസബത്ത് ജാനിന് ഇദ്ദേഹത്തോട് ഒരു ഇഷ്ടം തോന്നി, ഒരു കണ്ണ്. കാരണം നല്ല യുവാവാണ്, വളരെ എനർജറ്റിക് ആണ്, എല്ലാത്തിനും മതിയാള്. അപ്പൊ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അപ്പൊ മുതലാളിന്റെ മകൾക്ക് തൊഴിലാളിയോട്, എന്റെ മാനേജറോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അതറിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഹെൻജാർഡ് ഡിസ്മിസസ് ഹിം. ഹെൻജാർഡ് എന്ത് ചെയ്തു? ഡൊണാൾഡ് ഫാർഫെയറിനെ ഡിസ്മിസ് ചെയ്തു. ആൻഡ് ഫാർഫെയർ സെറ്റ്സ് ഹിംസെൽഫ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് മർച്ചന്റ്. അതോടുകൂടെ എന്ത് ചെയ്തു? ഇത്രയും കാലം ജോലി ചെയ്ത് കഴിവ് തെളിയിച്ച പ്രഗത്ഭനായി മാറിയിട്ടുള്ള ഫാർഫെയർ സ്വന്തം നിലക്ക് സ്വതന്ത്രമായിട്ട് കച്ചവടം തുടങ്ങി. When the Donald Farfair conducts himself with scrupulous honesty, but Henjard is so determined to ruin his. Farfair conducts himself with a scrupulous honesty. ഫാർഫെയർ വളരെ സത്യസന്ധത പുലർത്തിയിരുന്നെങ്കിലും വളരെ തന്ത്രപരമായിട്ടുള്ള സത്യസന്ധതയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. സത്യസന്ധനായിട്ട് ഹെൻജാർഡിന്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഡൊണാൾഡ് വളരെ സത്യസന്ധനായി പെരുമാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ്? ഒരു കാലത്ത് തനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബട്ട് ഹെൻജാർഡ് ഈസ് സോ ഡിറ്റർമൈൻഡ് ടു റൂയിൻ ഹിസ് ബിസിനസ്. പക്ഷെ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും തന്റെ തൊഴിലാളിയായിട്ടുള്ള, മാനേജറായിട്ടുള്ള ആള് പുതിയ കച്ചവടം തുടങ്ങിയപ്പോ ഹെൻജാർഡിന് അത് സഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ആ കച്ചവടം തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. ദാറ്റ് ഹി മേക്സ് റിസ്കി ബിസിനസ് ഡിസിഷൻ ദാറ്റ് പ്രൊവൈഡ് ഡിസ്ട്രക്ഷൻ. തന്റെ എതിരാളിയായിട്ടുള്ള ഫാർഫെയറിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം കച്ചവടത്തിൽ റിസ്ക് എടുക്കാൻ തുടങ്ങി. അതായത് കച്ചവടം കുറഞ്ഞ എതിരാളിയെ പൊളിക്കാൻ വേണ്ടി കുറഞ്ഞ റേറ്റിൽ വിൽക്കുക, അങ്ങനെയുള്ള പല കുൽസിതമായ തന്ത്രങ്ങളും അദ്ദേഹം പ്രയോഗിച്ചു. പക്ഷെ എന്താണ് അതുകൊണ്ടുണ്ടായത്? സൂസൻ ഫാൾസ്
ill and died shortly after the couple's remarriage. മറ്റൊരു ദുരന്തമാണ്. അങ്ങനെ അവര് തമ്മിൽ സൂസനും ഹെൻചാർഡും രണ്ടാമതും വിവാഹം ചെയ്തു. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതോടുകൂടെ സൂസൻ പെട്ടെന്ന് ഒരു ദിവസം രോഗിയായിട്ട് മാറുന്നു. പൊടുന്നനെ അവര് മരിക്കുകയാണ്. ലീവിംഗ് ഹെൻചാർഡ് എ ലെറ്റർ ടു ബി ഓപ്പൺഡ് ഓൺ ദ ഡേ ഓഫ് എലിസബത്ത് ജാൻസ് വെഡിങ്. ആ സമയത്ത് അവര് ഹെൻചാർഡിന് വേണ്ടി ഒരു കത്ത് മാറ്റി വെച്ചിരുന്നു. ആ കത്ത് എലിസബത്ത് ജാനിന്റെ വിവാഹത്തിന്റെ അന്നാണ് ഈ കത്ത് തുറക്കുന്നത്. അത് അന്ന് തുറക്കാനാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഹെൻചാർഡ് റീഡ്സ് ദ ലെറ്റർ. അങ്ങനെ ഹെൻചാർഡ് ഈ കത്ത് ഇങ്ങനെ എടുത്ത് വായിക്കാൻ. വിച്ച് ഇസ് നോട്ട് പ്രോപ്പർലി സീൽഡ്. അത് ശരിയായ രീതിയിൽ സീൽ വെച്ച കത്തൊന്നല്ല. ആൻഡ് ലേൺസ് ദാറ്റ് എലിസബത്ത് ജാൻ ഇസ് നോട്ട് ഇൻ ഫാക്ട് ഹിസ് ഡോട്ടർ. എന്തായാലുള്ളത് എലിസബത്ത് ജാന് നിങ്ങളുടെ മകളല്ല, ബട്ട് ന്യൂസന്റെ മകളാണ്. His daughter Elizabeth Jan first having died as an infant. അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള എലിസബത്ത് ജാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യവും അറിയിച്ചു. Henchard's new knowledge causes him to behave coldly towards the second Elizabeth Jan. അങ്ങനെ ഹെൻചാർഡിന്റെ ഈ പുതിയ അറിവ് ഒരു തരം മരവിപ്പ്, ഒരു കൂൾഡ് പിന്നെ സെക്കൻഡ് എലിസബത്ത് ജാന് സെക്കൻഡിന്റെ നേരെ ഒരു തണുത്ത പ്രതികരണം, പെരുമാറ്റത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു. കാരണം സ്വന്തം മകളല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ സ്വന്തം മകൾ എന്നുള്ള നിലക്ക് പരിഗണിക്കേണ്ടതുമില്ലല്ലോ. അപ്പോ മാത്രല്ല അതൊക്കെ അതിലൊക്കെ ഉപരി ഒരു വേദന ഉണ്ട്. ഇത്രയും കാലം ഞാൻ മകളായിട്ട് കൊണ്ടു നടന്ന ഒരാള് തന്നെ മകളല്ല എന്നറിയുമ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു മരവിപ്പും മറ്റുമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇനി മറ്റൊരു തലത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ കാണുന്നത് എലിസബത്ത് ജാൻ ആക്സെപ്റ്റ്സ് എ പൊസിഷൻ ആസ് കമ്പാനിയൻ ടു ലുസിറ്റ. അങ്ങനെ എലിസബത്ത് ജാൻ സെക്കൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ലുസിറ്റയുടെ ഒരു കമ്പാനിയൻ ആയിട്ട്, ഒരു വലിയ ഇന്റിമേറ്റ് കൂട്ടുകാരിയായിട്ട് മാറുന്നു, ഒരു സഹചാരിയായിട്ട് മാറുന്നു. എ ന്യൂ കമർ. ലുസിറ്റ ആ സമയത്ത് ഇവിടെ പുതിയതായിട്ട് വന്ന ആളാണ്. അൺഅവെയർ ദാറ്റ് ഷീ ഹാഡ് എ റിലേഷൻ വിത്ത് ഹെൻചാർഡ് വിത്ത് റിസൾട്ട് ഓഫ് ഇൻ ഹർ സോഷ്യൽ റൂയിങ്. അൺഅവെയർ ദാറ്റ് ഷീ ഹാഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹെൻചാർഡ്. പക്ഷേ ഇവര് ലുസിറ്റ എലിസബത്ത് ജാനുമായിട്ട് പരിചയപ്പെടുമ്പോ അവിനി എലിസബത്ത് ജാൻ സെക്കൻഡിന് ഹെൻചാർഡുമായിട്ടുള്ള ബന്ധമൊന്നും അവർക്കറിയില്ല. അങ്ങനെ മകളാണ് എന്നാണല്ലോ പൊതുവിൽ എല്ലാരും വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമല്ല കാര്യമൊന്നും അവരറിയില്ല. ഈ വിച്ച് റിസൾട്ട് ഇൻ ഹർ സോഷ്യൽ വേൾഡ്. അതെന്ത് ചെയ്തു? അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു തകർച്ചക്ക് കാരണമായിട്ടുണ്ട്. നേരത്തെ ഹെൻചാർഡ് അവരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എൻഗേജ്മെന്റിലൊക്കെ എത്തിയതാണ്. അത് ആ എൻഗേജ്മെന്റ് പൊട്ടിയതോടുകൂടി അവര് സാമൂഹ്യമായിട്ട് തന്നെ അവർ തകർന്നിട്ടുണ്ട്. അവർ സാമൂഹ്യമായിട്ട് പിന്നെ അവര് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, വിവാഹം എൻഗേജ്മെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിന് ഒരു കല്യാണം സെറ്റിൽ ആവാനുള്ള പ്രയാസം, അതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഒരു സോഷ്യൽ റൂയി എന്ന് പറയാം. അല്ലെങ്കിൽ ഈ എലിസബത്ത് സെക്കൻഡുമായിട്ടുള്ള ബന്ധത്തിന്റെ ഫലമായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. നൗ വെൽത്തി ആഫ്റ്റർ റിസീവിങ് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം ഹർ ആന്റ് ആൻഡ് ലേണിംഗ് ദാറ്റ് ഹെൻചാർഡ്സ് വൈഫ് ഹാഡ് ഡൈഡ്. പക്ഷെ ഈ ഹെൻചാർഡ് അവരുടെ എൻഗേജ്മെന്റ് തകർന്നതിന് ശേഷം അവൾ ആകെ സാമൂഹികത്തിൽ തകർന്നിരുന്നു. അതിനുശേഷം പിന്നീട് എന്താണ് ഇപ്പൊ ഈ എലിസബത്ത് ജാനുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ലുസിറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് വലിയ സമ്പന്നയായി മാറിയിട്ടുണ്ട്. ആഫ്റ്റർ റിസീവിങ് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം ഹർ ആന്റ്. അമ്മാവി മരിച്ചപ്പോ, ആന്റി മരിച്ച സമയത്ത്
അവരുടെ പാരമ്പര്യ സ്വത്ത് ലഭിച്ചത് കാരണമായിട്ട് അവരിപ്പോ വലിയ സമ്പന്നയായി മാറിയിട്ടുണ്ട്. ആൻഡ് ലേണിംഗ് ദാറ്റ് അവർ കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് അവര് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോ അഞ്ചാടിന്റെ ഭാര്യ മരിച്ചു, അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് രണ്ടാമത് പുതിയൊരു വിവാഹം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാ വന്നത്. നേരത്തെ പോലെ അത്ര സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളല്ല, നല്ല സാമൂഹ്യ സാമ്പത്തിക പദവികളോട് കൂടെ തന്നെയാണ് അവർ ഇത്തവണ വന്നിട്ടുള്ളത്. ലുസിറ്റ ഹാസ് കം ടു കാസ്റ്റർബ്രിഡ്ജ് ടു മാരി ഹിം. അങ്ങനെ ലുസിറ്റ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? കാസ്റ്റർബ്രിഡ്ജിനെ മാരി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവര് കാസ്റ്റർബ്രിഡ്ജിലേക്ക് വരുന്നത്. സത്യത്തിൽ അവര് കാസ്റ്റർബ്രിഡ്ജിൽ താമസിക്കുന്ന ഒരാളല്ല. However, on meeting Farfrae, she becomes attracted to him and he to her. പക്ഷെ ഇതിനിടയിലാണ് സ്വാഭാവികമായിട്ടും ഫാർഫെയറിനെ അവർ കണ്ടുമുട്ടുന്നത്. ഫാർഫെയറിന്റെ മേലെ ഈ എലിസബത്ത് ജാനിന് ഒരു കണ്ണുണ്ട്. അപ്പൊ ഈ സമയത്താണ്, അതിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ. അപ്പോ ഈ ഫാർഫെയറിനെ എന്ത് ചെയ്തു? കണ്ടപ്പോ ഫാർഫെയറിന് ലുസിറ്റയെയും ലുസിറ്റക്ക് വാർഫെയറിനെയും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണം തോന്നി. Henjand's financial difficulties persuaded him that he should marry Lucita quickly. ഈ സമയത്ത് ഹെൻജാഡ് സാമ്പത്തികമായിട്ട് കുറെ പ്രയാസപ്പെടുകയാണ്. എതിരാളിയെ തകർക്കാൻ വേണ്ടി കച്ചവടത്തില് കുറെ അയവ് വരുത്തുകയും അതേപോലെ ലാഭവിവാക്കിയുള്ള കച്ചവടം, അങ്ങനെയുള്ള കുതന്ത്രങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം അതൊക്കെ തനിക്ക് തന്നെ പാരയായി മാറിയത് കാരണം അദ്ദേഹം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പം. അത് അദ്ദേഹത്തെ എന്ത് ചെയ്തു? പെർസുവേഡ് ഇൻ ദാറ്റ് ഹി ഷുഡ് മാരി ലുസിറ്റ ക്വിക്ലി. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ആകെ മാർഗം ലുസിറ്റ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. കാരണം അദ്ദേഹത്തിന് ഒന്നാമത് ഭാര്യയല്ല, വിധവറാണ്. രണ്ടാമത് ലുസിറ്റ ഇപ്പൊ പഴയ ലുസിറ്റ അല്ല, ഒരുപാട് സ്വത്തും പദവിയും എല്ലാം ഉള്ള ആളാണ്. But she is in love with Farfrae. പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൻജാൻഡിന്റെ സമയം വൈകി അവര് ഫാർഫ്രയുമായിട്ട് വിവാഹിതനായി. ഈ ഫാർഫ്രൈ എന്ന് പറയുന്നത് വളരെ ആകർഷണീയമായിട്ടുള്ള വ്യക്തിത്വമുള്ള നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള യുവാവാണ്. ആര് കണ്ടാലും ഒരാകർഷണം തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികളും സ്വഭാവ രീതികളും അത്തരത്തിലുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അദ്ദേഹം. അതുകൊണ്ടാണ് ആദ്യം എലിസബത്ത് ജാൻ സെക്കൻഡിന്റെ കണ്ണും പിന്നീട് ലുസിറ്റയുടെ കണ്ണും ഒക്കെ അദ്ദേഹത്തിൽ പതിയാനുള്ള ഒരു കാരണം. The couple run away 1 week to get married. And the couple run away 1 week to get married. പക്ഷെ രണ്ടാളും എന്ത് ചെയ്തു? ആരൊക്കെ? ഫാർഫ്രയും അതേപോലെ ലുസിറ്റയും എന്ത് ചെയ്തു? അവര് വിവാഹം കഴിക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് അവിടുന്ന് കാസ്റ്റർബ്രിഡ്ജിൽ നിന്ന് പോയി. നോട്ട് ടെല്ലിങ് ഹെൻജാഡ് അൻറ്റിൽ ആഫ്റ്റർ ദ ഫാക്ട്. ഈ സത്യം താൻ വന്ന കാര്യം ഇതിനാണെന്ന് പോലും ഈ ഹെൻജാഡിനോട് പറയാതെയാണ് പോകുന്നത്. ഹെൻജാഡ്സ് ക്രെഡിറ്റ് കൊളാപ്സ്. ഹെൻജാഡ് എന്ത് ചെയ്തു? അദ്ദേഹം കടം വന്നു. അദ്ദേഹത്തിന് വലിയ രീതിയിൽ കടബാധ്യത വന്നു. ഹി ഗോസ് ബാങ്ക്രപ്റ്റ്. അദ്ദേഹം വലിയ സാമ്പത്തിക തകർച്ചയിലാകും. ഫാർഫ്രേ ബൈസ് ഹെൻജാഡ്സ് ഓൾഡ് ബിസിനസ്. ഈ സമയത്ത് എന്ത് ചെയ്തു? ഫാർഫ്രേ ഹെൻജാഡിന്റെ കച്ചവടം വാങ്ങാണ്. പഴയ കച്ചവടം, പുതിയ കച്ചവടമല്ല, പഴയ അദ്ദേഹത്തിന്റെ ആ കച്ചവടം വാങ്ങി. ട്രൈസ് ടു ഹെൽപ്പ് ഹെൻജാഡ് ബൈ എംപ്ലോയിങ് ഹിം ആസ് ജേർണിമാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഹെൻജാഡിനെ സഹായിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? ജേർണിമാൻ, ഒരു യാത്രക്കാരനായിട്ട് യാത്ര ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരാളായിട്ട് അങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ലുസിറ്റ asks ഹെൻജാഡ് ടു റിട്ടേൺ ഹർ ഓൾഡ് ലവ് ലെറ്റേഴ്സ്. ഈ സമയത്താണ് ലുസിറ്റ ഫാർഫ്രേന്റെ ഭാര്യയാണല്ലോ, അവര് ഹെൻജാഡിനോട് ചോദിച്ചു തന്റെ പഴയ ലവ് ലെറ്റേഴ്സ് ഒക്കെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ
പണയത്തിലായിരുന്ന സമയത്ത് ഞാൻ നിനക്ക് എഴുതിയിട്ടുള്ള കത്തുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. ആൻഡ് എൻജാഡ് ആസ്ക്സ് ജോബ് ടു ടേക്ക് ദം ടു ഹർ. അങ്ങനെ ജോബിനോട് താൻ നേരത്തെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ആളുണ്ടല്ലോ ജോബ്, ആ ജോബിനോട് എന്ത് ചെയ്തു, ആ കത്ത് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ജോബ് ഹു സ്റ്റിൽ ബിയേഴ്സ് എ ഗ്രഡ്ജ് ഫോർ ഹാവിംഗ് ബീൻ ചീറ്റഡ് ഔട്ട് ഓഫ് ദ പൊസിഷൻ ഓഫ് ഫാക്ടർ. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകാർ ഫാക്ടർ ആയിട്ട് ജോലി നൽകാമെന്ന് പറഞ്ഞ് തന്നെ വഞ്ചിച്ച ആ ദേഷ്യം ഇപ്പോഴും ജോബിന്റെ ഉള്ളിലുണ്ട്. ഓപ്പൺസ് ദ ലെറ്റേഴ്സ്. അതുകൊണ്ട് ആ ദേഷ്യത്തിന് പകരം വീട്ടാനുള്ള ഒരു അവസരമായിട്ട് എന്ത് ചെയ്തു, ജോബ് ഈ അവസരത്തെ കണ്ടു. ഈ ഓപ്പൺസ് ദ ലെറ്റേഴ്സ്. അദ്ദേഹം കത്തുകളൊക്കെ തുറന്നു വായിച്ചു. ആൻഡ് റീഡ്സ് ദം ഔട്ട് ലൗഡ് അറ്റ് ദ ഇൻ. ഒരു ഇന്നിൽ വെച്ചിട്ട്, അതായത് ഒരു സത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹം ആ കത്ത്, നമ്മൾ സാധാരണ പറയുമ്പോൾ പീഡിയകൊലായ്മയിൽ വെച്ച് എന്നൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം ആള് കൂടിയ സ്ഥലത്ത് വെച്ചിട്ട് ആ കത്ത് പബ്ലിക്കായിട്ട് വായിച്ചു. സം ഓഫ് ദ ടൗൺസ് പീപ്പിൾ പബ്ലിക്ലി ഷെയിം ഹെൻജാർഡ് ആൻഡ് ലൂസിറ്റ. അവിടുത്തെ പിന്നെ വളരെയധികം ധാർമ്മിക മൂല്യങ്ങളൊക്കെ പുലർത്തുന്ന ഒരു സമൂഹമാണ് അവർ. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള ഈ ലവ് അഫേഴ്സിന്റെ കത്തുകളും കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിൽ വായിച്ചപ്പോൾ എന്ത് ചെയ്തു, അത് ഒരു പരസ്യമായിട്ടുള്ള ഒരു നിന്ന ആളുകൾക്കിടയിൽ അവരോട് വന്നു. ഒരു ഷെയ്ം, ഒരു ലജ്ജ. ക്രിയേറ്റിംഗ് എഫിജീസ് ഓഫ് ദം ഇൻ എ സ്കിമ്മിങ് റൈഡ്. അങ്ങനെ അതെന്ത് ചെയ്തു, അവർക്കോട് ആളുകൾക്കൊക്കെ ഉള്ള ഒരു തരം വെറുപ്പിനും ഒരു അധാർമികമായിട്ട് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കുള്ള ഒരു ചീത്തപ്പേരിനൊക്കെ അത് കാരണമാണ്. Lucetta is so devastated by the spectacles that she collapsed. ലുസിറ്റി എന്ത് ചെയ്തു, അവരും കാഴ്ചക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ എന്ത് ചെയ്തു, ആകെ നശിച്ചു. അവരും എന്ത് ചെയ്തു, കൊളാപ്സായി, ആകെ തകർന്നു. ആസ് എ മിസ് മാരേജ് ആൻഡ് ഡൈസ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, വിവാഹം നഷ്ടപ്പെട്ടു, മരിക്കുകയും ചെയ്തു. പിന്നെ ആകെ നാണക്കേടായി, വിവാഹം മുടങ്ങി, അതോടെ അവര് മരിക്കുകയാണ്. ആത്മഹത്യയല്ല, സ്വാഭാവികമായിട്ട് മരിക്കുകയാണ്. പിറ്റേ ദിവസം, ദ നെക്സ്റ്റ് ഡേ, ന്യൂ സൺ ഹൂ ട്രാൻസ്പയർസ് വാസ് നോട്ട് ലോസ്റ്റ് അറ്റ് സീ arrives at Henjad's door, asking about his daughter. Henjad, who has come to value her kindness to him, is afraid of losing her companionship and tells new son she is dead. അങ്ങനെ പിറ്റേ ദിവസം, നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ന്യൂസൺ എന്ന് പറയുന്ന സൂസന്റെ രണ്ടാമത്തെ ഭർത്താവും എലിസബത്ത് ജാനിന്റെ രണ്ടിന്റെ അച്ഛനുമായിട്ടുള്ള, നേരത്തെ കടലിൽ വെച്ച് മരിച്ചു എന്ന് വിശ്വസിച്ച ന്യൂസൺ തിരിച്ചു വരികയാണ്. ഹൂ ഇറ്റ് ട്രാൻസ്പയർസ് വാസ് നോട്ട് ലോസ്റ്റ് അറ്റ് സീ. അദ്ദേഹം കടലിൽ മിസ്സായതാണ്, പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല. എങ്ങനെയോ പണ്ട് റോബിൻസൺ ക്രൂസോ രക്ഷപ്പെട്ടതുപോലെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ജീവിതം തിരിച്ചു കിട്ടി എത്തുകയാണ്. പക്ഷെ ആളുകളൊക്കെ വിചാരിച്ചത് അദ്ദേഹം മരിച്ചു എന്നാണ്. അറൈവ്സ് അറ്റ് ഹെൻജാർഡ്സ് ഡോർ. ഹെൻജാർഡിന്റെ വീട്ടിലെത്തുന്നു അദ്ദേഹം. ആസ്കിങ് അബൌട്ട് ഹർ ഹിസ് ഡോട്ടർ. മകളെ പറ്റി ചോദിച്ചിട്ടാണ് എത്തുന്നത്. കാരണം അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചെത്തിയ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹെൻജാർഡ് ഹു ഹാസ് കം ടു വാല്യൂ ദ കൈൻഡ്നെസ് ടു ഹിം. ഹെൻജാർഡ് വാസ് ഹു ഹാസ് കം ടു വാല്യൂ ഹർ കൈൻഡ്നെസ് ടു ഹിം. ആ സമയത്ത് മകൾ എന്നുള്ള നിലക്ക് എലിസബത്ത് ജാൻ തന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ, അതിനൊക്കെ ഈ ഹെൻജാർഡ് വലിയ വില മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ് അഫ്രൈഡ് ഓഫ് ലോസിങ് ഹർ കമ്പാനിയൻഷിപ്പ്. അവളുമായിട്ടുള്ള ഈ സൗഹൃദം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ലാതെ ഭയം തോന്നി.
ആൻഡ് ടെസ്റ്റ് ന്യൂസൺ ഷീ ഈസ് ഡെഡ്. അതുകൊണ്ട് തന്നെ ന്യൂസനോട് അദ്ദേഹം ഒരു കളവ് പറഞ്ഞു, അവള് മരിച്ചുപോയി എന്ന് കളവ് പറഞ്ഞു. ന്യൂസൺ ലീവ്സ് ഇൻ സോറോ. അത് കേട്ടപ്പോ വളരെയധികം വിഷമത്തില് ദുഃഖത്തിൽ അദ്ദേഹം അവിടെ വിട്ടുപോവുകയും ചെയ്തു. തന്റെ ഭാര്യ മരിച്ചു, ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് അവള് തന്റെ പഴയ ഭർത്താവിനെ അന്വേഷിച്ചു പോയി കല്യാണം കഴിച്ചവരും ആ മകളും അവിടെ കൂടെ പോയവരും ഒക്കെ അറിഞ്ഞ് പിന്നീട് ഭാര്യ മരിച്ചവരെ അറിയുന്നു. പിന്നീട് ഇപ്പഴാ മകളും മരിച്ചു എന്ന് കേട്ടപ്പോ അത് അദ്ദേഹത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. ആഫ്റ്റർ 21 years, അങ്ങനെ 21 വർഷം കഴിഞ്ഞു. ഈ 21 വർഷത്തിന് ഒരു പ്രത്യേകത എന്ത് നോക്കണേ. ഹെൻജാഡ്സ് വോ ഓഫ് ഡിസ്ഇൻറ്റൻസ് എക്സ്പയേഴ്സ് ആൻഡ് ഹി സ്റ്റാർട്ട്സ് ഡ്രിങ്ക്സ് അഗൈൻ. അന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് ഭാര്യയെ കച്ചവടടിച്ചതിന്റെ അന്ന് ഇദ്ദേഹം ഒരു തീരുമാനത്തിൽ ഇത് 21 കൊല്ലത്തിന് മദ്യം തൊടൂല. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇവിടെ 21 വർഷം പൂർത്തിയായതോടുകൂടെ തന്റെ ആ പ്രതിജ്ഞ എന്ത് ചെയ്തു, അത് അതിന്റെ കാലാവധി തീർന്നു. 21 കൊല്ലമായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ പിന്നെ നമ്മൾ ശപഥമായിട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആ സമൂഹത്തിൽ വലിയ വില ഉണ്ടായിരുന്നു എന്നാണ് ഈ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മദ്യപാനിയായിട്ടുള്ള ഒരാള് ഞാനിനി 21 വർഷം മദ്യപിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 21 വർഷം പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ. കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ആൻഡ് ഈ സ്റ്റാർട്ടസ് ഡ്രിങ്ക്സ് ഒക്കെ വീണ്ടും എന്ത് ചെയ്തു, നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പോ 21 വർഷം കുടിക്കാത്തതിന്റെ ബാക്കിയൊക്കെ കൂടി കള്ളാവ് കിട്ടുന്ന രീതിയിൽ വലിയ രീതിയിൽ മദ്യപാനം അദ്ദേഹം തുടങ്ങാണ്. ഇവൻച്വലി ഡിസ്കവറിംഗ് ദാറ്റ് ഹി ഹാസ് ബീൻ lied to, Newson returns and Henchard disappears rather than enter to confrontation. Eventually discovering that he has been lied to. അങ്ങനെ തന്നോട് കളവ് പറയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയാണ് ന്യൂസൺ റിട്ടേൺസ്. അതറിഞ്ഞപ്പോ ന്യൂസൺ വീണ്ടും തിരിച്ചു വരുന്നു. ഹെൻജാർഡ് ഡിസപ്പിയേഴ്സ് rather than enter a confirmation. അങ്ങനെ ന്യൂസൺ പിന്നീട് മനസ്സിലാക്കുന്നു തന്നോട് ഹെൻജാർഡ് മകള് മരിച്ചു എന്ന കാര്യം കളവ് പറഞ്ഞതാണ്, എന്റെ മകള് ജീവിച്ചിരിക്കുന്നു, അത് അന്വേഷിച്ചിട്ട് രണ്ടാമത് തിരിച്ചു വരിക. പക്ഷെ ഈ രണ്ടാമത് തിരിച്ചു വരുമ്പോ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ ഭയന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം നേരത്തെ തന്നെ അപ്രത്യക്ഷനായി. ആര്? ഹെൻജാർഡ് അപ്രത്യക്ഷനായി. അദ്ദേഹത്തെ പിന്നെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസവും അഭിമുഖീകരിക്കുമുണ്ടാവുന്ന അപകടവും ഒക്കെ കൂടി ആലോചിച്ചിട്ട് അദ്ദേഹം നേരത്തെ തന്നെ നാടുവിടുക. ഓൺ ദ ഡേ ഓഫ് എലിസബത്ത് ജാൻസ് വെഡിങ് ടു ഫാർഫെയർ. അങ്ങനെ പതിവ് പോലെ എലിസബത്ത് ജാന് ഫാർഫെയറിനെ വിവാഹം കഴിക്കാണ്. മറ്റേ ആള് മരിച്ചല്ലോ. പിന്നെ അവരുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ഈ കത്ത് ഔട്ടാവുന്നതും. അങ്ങനെ കത്ത് വായിച്ച് ജനങ്ങളുടെ ഇടയിലൊക്കെ ഇഷ്യൂ ആയപ്പോ നേരത്തെ തന്നെ ഇത്തരം ഒരു ഇമ്മോറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ത്രീ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ വിവാഹത്തുനിന്ന് ഒഴിവായതും അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ആണ് കഥയിൽ വരുന്നത്. അങ്ങനെ കൂടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ ഓൺ ദ ഡേ ഓഫ് എലിസബത്ത് ജാൻസ് വെഡിങ് ടു ഫാർഫെയർ. അങ്ങനെ ഫാർഫെയിനെ എലിസബത്ത് ജാൻ സെക്കൻഡ് വിവാഹം കഴിക്കുന്ന വിവാഹത്തിന്റെ ഹെൻജാർഡ് കംസ് ബാക്ക്. ഹെൻജാർഡ് എന്ന് തിരിച്ചു വരികയാണ്. ടിമിഡ്ലി സീക്കിംഗ് എ റിക്കൺസിലിയേഷൻ. ഒരു അനുരഞ്ജന ശ്രമം നടക്കുകയാണ്. അപ്പോ നേരത്തെ ഒരു പിന്നെ ഇവര് തമ്മിൽ ഒരു അനുരഞ്ജന ശ്രമം ഉണ്ടാക്കുകയാണ്. She rebuffs him and he departs for good. She debuffs him and he departs for good. അങ്ങനെ തമ്മിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ പിരിയാണ്. ലേറ്റർ റിഗ്രറ്റിംഗ് ഹർ കോൾഡ്നെസ് ഷീ ആൻഡ് ഫാർഫെയർ സെറ്റ് ഔട്ട് ടു ഫൈൻഡ് ഹിം. പിന്നീട് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം റിഗ്രറ്റിംഗ് ഹർ കോൾഡ്നെസ്, അന്ന് അവര് ഒരു തണുപ്പൻ പ്രതികരണമാണല്ലോ നടത്തിയത് ആരോട്? ഹെൻജാർഡിനോട്.
കല്യാണത്തിന് അന്ന് അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഒരു തണുപ്പൻ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹത്തെ തിരിച്ചയക്കുകയൊക്കെ ചെയ്തല്ലോ. അതിലൊക്കെ കുറ്റബോധം തോന്നിയിട്ടോ എന്തോ അവരും പിന്നെ എലിസബത്ത് ജാൻ സെക്കൻഡും അവിടെ ഭർത്താവായിട്ടുള്ള പാർഫയോടി കൂടിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ദേ അറൈവ് ടു ലേറ്റ്. പക്ഷെ അവരെത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ലേൺ ദാറ്റ് ഹി ഹാസ് ഡൈഡ് എലോൺ. അദ്ദേഹം ഒറ്റക്ക് ജീവിക്കുന്നതിനിടയിൽ മരിച്ചു, ഏകാന്തനായിട്ട് അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് അവർക്ക് കിട്ടുന്നത്. ദേ ആൾസോ ഫൈൻഡ് ഹിസ് ലാസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം അവസാനം എഴുതി വെച്ച ആ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് കിട്ടുന്നു. ഹിസ് ഡൈങ് വിഷ് ഈസ് ടു ബി ഫോർഗോട്ടൻ. അദ്ദേഹത്തില് മരിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി മറക്കപ്പെട്ടവനാണ്, എന്നെ ഇനി ഓർക്കുന്ന ഒരാളും ഉണ്ടാവരുത്, ഹെൻജാഡിനെ ഓർക്കുന്ന ഒരാളും ഇല്ലാത്ത രീതിയിൽ എല്ലാവരാലും താൻ മറക്കപ്പെടണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു അദ്ദേഹം മരണസമയത്ത് വെച്ചിട്ടുള്ളത്. നോക്കണം, വളരെ ലോ ലെവലിൽ നിന്ന് വന്ന് പിന്നീട് വലിയ സമ്പന്നനായി, മേയറായി, അതുപോലെയുള്ള വലിയ പൊസിഷനിലൊക്കെ എത്തി. അതിനുശേഷം വീണ്ടും ജീവിതത്തിൽ താളപ്പേകൾ സംഭവിച്ചു. അദ്ദേഹം ജീവിതം മാറി മറിഞ്ഞിട്ട് അവസാനം ഏകാന്തനായി മരിക്കാൻ. ഒരു വ്യക്തിയുടെ ഇവിടെ ഹെൻജാഡ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ഒരു മനുഷ്യന്റെ ഉയർച്ച താഴ്ചകളെയും ആ ഉയർച്ച താഴ്ചകൾക്കുള്ള കാരണങ്ങളെയും ഒക്കെ അനാവരണം ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ റൈറ്റർ ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഈ നോവലിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഹെൻജാൻഡ്, ലൂസി, ലൂസിറ്റ, ഇതൊക്കെയാണ്. അപ്പൊ അത് നിങ്ങൾ ആ പുസ്തകം കിട്ടുമെങ്കിൽ, നോവല് വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരില്ല എങ്കിലും സ്റ്റഡി മെറ്റീരിയലിലുള്ള ആ ഭാഗങ്ങൾ കഴിയെങ്കിൽ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. ഏതായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള സംഗതികളൊക്കെ അത്യാവശ്യം ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ചെറിയ രീതിയിലുള്ള ഒരു സമ്മറിയാണിത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.